ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അതെ, നമ്മുടെ സ്വാതി ഇരുന്ന് ഇതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഋതുക എന്തോ സംശയം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങ് ചെന്നു. എന്താന്ന് ചോദിച്ചു. നമ്മൾ കരുതുന്നത് പോലെ ഒരു അടുപ്പം അതെ പല്ലവിക്ക് സേതുമാധവനോടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ, ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു സ്വാതി. ഒരിക്കലും ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് ഋതുക പറയുക. പിന്നെ രണ്ടു പേര് തമ്മിൽ നല്ല അടുപ്പമുണ്ട് എങ്കിൽ അവർക്കിടയിൽ രഹസ്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യം ഋതുക പറയുക. പക്ഷെ ഈ ഒരു ബന്ധത്തിലെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങളുടെ പോക്ക്. പല്ലവി സേതുമാധവനോട് എല്ലാം തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുമ്പോൾ എനിക്കിന്നുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. അവർ നല്ല പെർഫെക്റ്റ് മാച്ചാണെന്ന് സ്വാതി ഋതികയോട് പറഞ്ഞു. എല്ലാം കൊണ്ടും യോജിച്ച കപ്പിൾ തന്നെയാണെന്ന് പറയുമ്പം അത് നിന്റെ വിലയിരുത്തലായിരിക്കാം. പക്ഷെ എൻ്റെ തോന്നലുകൾ അങ്ങനെയല്ല. ഞാനൊരു പ്രഡിക്ഷൻ നടത്തട്ടെ എന്ന് സ്വാതിയോട് ഋതിക പറഞ്ഞു. പല്ലവിയും സേതുമാധവനും തമ്മിൽ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ്, അഥവാ ഇനി കഴിച്ചാലും ആ ഒരു ബന്ധം അധികകാലം നിലനിന്ന് പോവില്ല എന്നും വഴക്കിട്ട് പിരിയെന്നുള്ള കാര്യങ്ങളൊക്കെ ഋതുക പറയാം. അപ്പം അത് ഒരിക്കലുമില്ല, അതൊക്കെ ചേച്ചിയുടെ വെറും ആഗ്രഹങ്ങൾ മാത്രമാണെന്നും അവർ പിരിയാനേ പോകുന്നില്ലെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സ്വാതി ഋതികയോട് പറയുമ്പോൾ പിന്നെ എന്നും പറഞ്ഞ് നിൽക്കുക ഋതുക. അപ്പം ഒരുപാട് കാലം അവർ ഒരുമിച്ച് ജീവിക്കുമെന്ന് സ്വാതി പറഞ്ഞു. അപ്പം അത് നീ പറയുന്നത് വെറും ആഗ്രഹങ്ങൾ മാത്രമാണ്, അതൊരിക്കലും നടക്കണമെന്നില്ല എന്ന് ഋതുക പറയുക. ഭർത്താവായ ഇന്ദ്രൻ്റെ അനിയനെയാണ് പല്ലവിയുടെ അനിയത്തി ഇപ്പം കല്യാണം കഴിച്ചിരിക്കുന്നതെന്നും അതുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും എത്ര വലുതായിരിക്കുമെന്ന് നിനക്കറിയില്ലേ എന്നൊക്കെ സ്വാതിയോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ പ്രശ്നങ്ങൾ കടൽ പോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമെന്നും ഇതൊക്കെ പരിഗണിക്കുന്ന ഒരാൾക്കും നീ പറയുന്നത് പോലെ ഒന്നും പറയാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒന്നുകൂടി നീ മനസ്സിലാക്കണമെന്നും പറഞ്ഞു. പിന്നെ പഴയ ഋതു അല്ല ഞാനിപ്പോൾ, എനിക്കതിൻ്റെ ആവശ്യമില്ല. എനിക്കിപ്പോൾ ആരോടും പ്രത്യേകിച്ച് ശത്രുതയോ സ്നേഹമോ ഒന്നുമില്ല. പല്ലവിയും സേതുമാധവനും കൂടി കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എന്നെ സംബന്ധിക്കുന്നിടത്തോളം ഒന്നുമില്ല. പിന്നെ എനിക്കത് നോക്കേണ്ട കാര്യവുമില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സാഹചര്യം സത്യസന്ധമായിട്ട് നീയൊന്ന് വിലയിരുത്തി നോക്കിക്കേ. അപ്പോൾ നിനക്ക് കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലാകുമെന്നും ഇതുവരെ പോയതുപോലെ ഇനി അങ്ങോട്ട് സേതുമാധവനും പല്ലവിയും തമ്മിലുള്ള ആ ഒരു ബന്ധം മുന്നോട്ട് പോകില്ലെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് സ്വാതിക്ക് ഭയങ്കര ഒരു ടെൻഷനായി. ഇനിയാണ് സ്വാതി പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്, അത് തരണം ചെയ്യാൻ പല്ലവിക്ക് പറ്റുമോ എന്ന് ചോദിക്കുക. അതിനനുസരിച്ചിരിക്കും അവളുടെ ഭാവി, അതിനനുസരിച്ചിരിക്കും അവരുടെ ജീവിതം എന്നും പറഞ്ഞ് ഋതുക അവിടുന്ന് പോയി. സ്വാതി ഇരുന്ന് ആലോചിച്ച് ഭയങ്കരമായിട്ട് ഇതാവുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് മാഷ് ശോഭയോട് അവർ ചെന്ന് വിളിക്കണ്ടേ, നാട്ടു നടപ്പ് തെറ്റിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചോദിക്കുമ്പോൾ വിരുന്നിനെ പറ്റിയാണോ പറയുന്നതെന്ന് ചോദിച്ചു. അത് വേണ്ടത് തന്നെയാണെന്ന് ശോഭ അന്നേരം പറഞ്ഞു. പക്ഷേ ഇങ്ങോട്ട് വിടാൻ രാജലക്ഷ്മി സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തിനു സമ്മതിക്കാതിരിക്കണം, അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ ഒരു സ്വഭാവം അതെന്താണെന്ന് അറിയാമല്ലോ, നമ്മളോട് ഇപ്പോഴും അവർക്ക് ദേഷ്യം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ സമ്മതിച്ചില്ലെങ്കിൽ നമ്മളത് വിഷുവിനോട് പറയും. അവന് സ്വന്തം വീട്ടുകാരോട് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, നമ്മളോട് വെറുപ്പുമില്ല. ഏതാണോ ശരി അതവൻ ചെയ്യുമെന്ന് മാഷ് പറയുമ്പോൾ നാളത്തെ ദിവസം കഴിഞ്ഞാൽ മനസ്സൊന്ന് തണക്കുമെന്നും പിന്നെ കോടതി വിധി നമുക്ക് അനുകൂലമായിരിക്കും അല്ലേ മാഷേ എന്നൊക്കെ ചോദിച്ചു. അപ്പം നാളെ അതിന് വിധിയല്ലല്ലോ, വിസ്താരമല്ലേ, പല്ലവിക്ക് പറയാനുള്ളത് പല്ലവി പറയുന്ന ദിവസമല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അവളുടെ സങ്കടങ്ങൾ കോടതിയിൽ ബോധ്യപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ എനിക്കൊരു പേടി ഇല്ലാതില്ല, കേസ് തോറ്റാ പിന്നെ ഇന്ദ്രൻ ആ ദേഷ്യം പാറുവിനോട് കാണിക്കുമെന്ന് ചോദിച്ചു. അപ്പം അതിന് വിശ്വം സമ്മതിച്ചിട്ട് വേണ്ടേ, അവൻ നല്ല ചുണയുള്ള ചെറുക്കനാണെന്നും ഇന്ദ്രൻ്റെ ഭീഷണിയൊന്നും അവൻ്റെ അടുത്ത് നടക്കില്ല എന്നൊക്കെ മാഷ് പറഞ്ഞു. കുറച്ച് നാൾ മുന്നേ വരെ എനിക്കൊരു പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെയൊന്നും അല്ല, പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് മനസ്സിനൊരു തോന്നലുണ്ട് മാഷേന്ന് പറഞ്ഞു. അപ്പോഴും പാറു അവിടെ ചെന്നതിൻ്റെ ഒരു ടെൻഷനാണ് എനിക്കെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മക്കൾക്കൊന്നും വരരുതേ എന്ന് പ്രാർത്ഥനയാണ്, മക്കൾക്ക് നല്ലത് മാത്രം വരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ തേങ്ങലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശോഭാമ്മ അവിടെ നിന്ന് ഇങ്ങനെ മാഷിനോട് പറഞ്ഞു. മാഷിന് ശോഭാമ്മയുടെ മുന്നിലൊന്നും പറയാനില്ല, കാരണം എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ മാഷ് സങ്കടപ്പെട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ആ അമ്മയുടെ വിഷമവും വേദനയൊക്കെ മനസ്സിലാക്കി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജലക്ഷ്മി ഇങ്ങനെ കയ്യിലെന്തോ പിടിച്ച് കുറേ സാധനങ്ങൾ പിടിച്ച് ഇങ്ങനെ വരുക കേട്ടോ. അപ്പോൾ തൂക്കുപാത്രമുണ്ട്, മുറമുണ്ട്, അതുപോലെ ഒരു ഡപ്പയുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. എന്നിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് 4 പാട് നോക്കിയിട്ട്
എല്ലാം കൂടി കൊണ്ടുവന്ന് ആ ഒരു ഇതിനകത്തൊക്കെ ഇട്ടു. എന്നിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ട് ഇങ്ങനെ നോക്കുക, മോളെ പാറു എന്നും പറഞ്ഞങ്ങ് വിളിക്കുക. അപ്പോൾ പാറു പതുക്കെ ഇറങ്ങി വരുക കേട്ടോ വിളി കേട്ട്. ആ അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കേൾപ്പിക്കുവായി നമ്മുടെ ചേച്ചി. അപ്പോൾ എന്താ അമ്മ വിളിച്ചതെന്ന് ചോദിച്ചു പാറു. മോള് കിടന്നില്ലായിരുന്നല്ലേ, ഓഫീസിലെ കുറച്ച് വർക്ക് തീർക്കാനുണ്ടായിരുന്നു എന്ന് പാറു അന്നേരം പറഞ്ഞു. തൽക്കാലം ആ വർക്ക് പകുതിക്ക് മോള് വെച്ചേക്ക്, പകരം ഇവിടെ ഒരു ചെറിയ വർക്ക് തീർക്കാനുണ്ടെന്ന് പുള്ളിക്കാരി പറയും. അപ്പോൾ പാറു ഇങ്ങനെ നോക്കുക, കടയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ അടുക്കി പെറുക്കുന്നതിൻ്റെ ഇടയിലെ പയറിൻ്റെ പാക്കറ്റ് പുറത്ത് പച്ചരിയുടെ പാക്കറ്റിലേക്ക് വീണെന്ന് പറഞ്ഞു. മോളൊന്ന് നോക്കിക്കേ, ഇരട്ടി പണിയായെന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ പാറു ചെന്ന് നോക്കുക. ശരിയാ, ചെറുപയറും അരിയും കൂടെ മിക്സ് ചെയ്ത് കിടക്കുന്നു. ഇത് കണ്ടപ്പോൾ എന്നും പറഞ്ഞിരിക്കട്ടെ ഈ രാജലക്ഷ്മിയും. അതെ മോളെ, കാല് വയ്യാത്തത് കൊണ്ടേ എനിക്ക് ഇങ്ങനെ കുറേ നേരം ഇരുന്നൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. മോളത് വേറെ വേറെ പാത്രത്തിലേക്ക് ഒന്നാക്കി വെക്കാവോ എന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മേ, ഓഫീസിലെ കുറച്ച് വർക്ക്. ഓ അതാണ് ഇപ്പോൾ ഇത്ര വലിയ വർക്ക്, മോൾ ഇതൊന്ന് തീർത്ത് വെക്കെന്നും പറഞ്ഞു പാറുവിനെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കിയാൽ. നാളെ രാവിലെ പുട്ടും പയറുകറിയും വേണമെന്ന് എന്തിനാ പറഞ്ഞിരിക്കുന്നത്, ഇത് മാറ്റി കഴിഞ്ഞിട്ട് വേണം പയറെടുത്ത് വെള്ളത്തിലിടണം, പിന്നെ അവിടെ എന്തോരം പണിയാ കിടക്കുന്നതെന്ന് അറിയാവോ, ചെല്ല എന്ന് പറഞ്ഞു. അമ്മ ഞാൻ അപ്പോൾ ഇരുന്ന് കരയാനായിട്ട് തുടങ്ങി. എനിക്ക് വയ്യാത്തത് കൊണ്ടല്ലേ ഇതൊക്കെ ചോദിച്ചു. വേണ്ടമ്മേ സങ്കടപ്പെടണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു പാറു പോയിരുന്ന് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ചേച്ചി ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് വിഷുവിന് ഉറങ്ങിയോ എന്ന് ചോദിച്ചു. ആ ഉറങ്ങി അമ്മയെന്ന് പറഞ്ഞു പാറു. നന്നായി എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. നമ്മുടെ പാറു ചെറുപയറും അരിയും പെറുക്കി മാറ്റിക്കൊണ്ടിരിക്കുക. പുള്ളിക്കാരി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചെയ്തോ എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ല അമ്മ കിടക്കുന്നില്ലേ എന്ന് ചോദിച്ചു പാറു. ആ കിടക്കാൻ പോവുക, എത്ര നേരം വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് പുള്ളിക്കാരി പറഞ്ഞിട്ട് അയ്യോ എൻ്റെ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് കാലെ പിടിക്കുന്നു. അമ്മയെ സഹായിക്കണമെന്ന് പാറു ചോദിച്ചു. വേണ്ട, ഉള്ള ജോലി നടക്കട്ടെ, ഇതൊക്കെ തീർത്തിട്ട് വേണ്ടേ രാവിലെ എഴുന്നേറ്റ് പുട്ടും പയറൊക്കെ ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി ഇങ്ങനെ പറയുക. മോള് ചെയ്തോ ഈശ്വര, എന്ന് ഈ കാല് ശരിയാവോ എന്തോ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഭയങ്കര ചട്ടി കയറി പോവുക. അപ്പോൾ പാറുവിന് മനസ്സിലായി ഇത് പാറുവിന് കൊടുത്ത പണിയാണെന്നുള്ളത്. പാറു എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കുത്തി ഇരുന്ന് പെറുക്കി ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. പാറുവിനാണെങ്കിൽ ദേഷ്യവും വരുന്നുണ്ട്. പാറു വന്നിട്ട് കലിപ്പോടി ഇങ്ങനെ എടുത്ത് കുത്തി എറിഞ്ഞൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പാറു ഇരുന്ന് അരിമണി പെറുക്കി ഒരു പരുവായി. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസമായി ശോഭാമ്മ അച്ഛന് ഭക്ഷണം കൊടുക്കുന്നു. അപ്പോഴാണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത്. സേതുവിനെ കണ്ടപ്പോഴത്തേക്കും ഇവർ സേതു അല്ല പല്ലവി ഇതുവരെ റെഡി ആയില്ലേ എന്ന് ചോദിച്ചു സേതുവെ. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുക, എന്താണെന്ന് അറിയത്തില്ല, അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഇന്നലെ ഞങ്ങളോട് ഒരു വക അവൾ സംസാരിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറയുക ശോഭമ്മ. അപ്പോൾ ഞാൻ കരുതിയത് ഈ ദിവസം അവൾ ആഘോഷമാക്കുമെന്നാണ്, സ്വന്തം നിലപാടുകൾ പറയാൻ പറ്റുന്ന ഒരു ദിവസം. അതാണല്ലോ ഇന്ന്. ചതിക്കപ്പെട്ട ഒരു പെൺകുട്ടി എന്നുള്ളൊരു നിലയിൽ അവളുടെ വാക്കുകൾക്ക് ഒരുപാട് പ്രസക്തിയുള്ളൊരു ദിവസമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാഷു ഇങ്ങനെ അവിടെ ഇരുന്ന് പറഞ്ഞു. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ആൾ ഭയങ്കര മൗനത്തിലാണ് എന്ന് പറയുമ്പോൾ കൊടുങ്കാറ്റിന് മുന്നേ ഉള്ള ശാന്തതയായിരിക്കില്ലേ മാഷെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്ന് മാഷ് പറയുന്നു. ഞങ്ങളും കൂടി വരട്ടെ കോടതിയിലേക്ക് എന്ന് ചോദിച്ചപ്പം അയ്യോ അതൊന്നും വേണ്ടമ്മേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പല്ലവിക്ക് ചിലപ്പോഴേ അത് ഇഷ്ടമായില്ലെങ്കിലോ ഒന്ന് സേതു ചോദിച്ചു. പിന്നെ ആ കാട്ടൂരാൻ വക്കീലേ പല്ലവിയെ ക്രോസ് ചെയ്യാനും വേണ്ടാത്തൊക്കെ ചോദിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അയാളുടെ ചോദ്യങ്ങളൊക്കെ കേട്ടാലേ നിങ്ങൾക്കതൊന്നും സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പാവം എൻ്റെ മോള് ഇന്നത്തോടെ എല്ലാം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക. അപ്പോൾ അതൊക്കെ കഴിയും ശോഭ, ഇന്നത്തോടുകൂടി എല്ലാം അവസാനിക്കും. ഇത്രയും കാലം നമ്മുടെ മോൾ അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഒരറുതി വരുന്ന ദിവസം കൂടിയാണ് ഇന്നെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ ഇങ്ങനെ പറഞ്ഞു. കുറേ നാളായില്ലേ അവൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്, മിങ്ങിപ്പൊട്ടി ജീവിക്കാൻ തുടങ്ങിയിട്ട്. എല്ലാത്തിനും ഒരു അവസാനം വേണ്ടേ, അതാണ് ഇന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാഷ് ഇരുന്ന് ഇങ്ങനെ പറയാം. അങ്ങനെ ഇവരതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പല്ലവി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ സേതുവേട്ടൻ എന്തിനാ വന്നതെന്ന് പല്ലവി ചോദിക്കാം. അത് കൊള്ളാം, പിന്നെ താനങ്ങനെ കോടതിയിലേക്ക് വരും, ഞാൻ എങ്ങനെയെങ്കിലും വന്നോളായിരുന്നു എന്ന് പല്ലവി സേതുവിനോട് പറയാം. അപ്പം എന്തായാലും സേതു വന്നല്ലോ മോളെ, ഇനി ഒരുമിച്ച് അങ്ങോട്ട് പോയാൽ പോരേന്ന് ചോദിച്ചു നമ്മുടെ ശോഭാമ്മ. അത് പിന്നെ എനിക്ക് കോളേജ് വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അതിനെന്താ, പോകുമ്പോൾ നമുക്ക് ആ വഴിക്ക് പോവാമല്ലോ. അത് വേണ്ട, സേതുവേട്ടൻ നേരത്തെ കോടതിയിൽ എത്തിക്കോ, ഞാനൊരു ഓട്ടോ വിളിച്ച് വന്നോളാമെന്ന് പല്ലവി പറയാം. അപ്പോൾ സേതു ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ അതെന്തിനാ മോളെ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ വെറുതെ കാര്യം അറിയാതെ സംസാരിക്കേണ്ട, എന്തെങ്കിലും ഇല്ലാതെ ഞാൻ അങ്ങനെ പറയുമോ എന്ന് പല്ലവി ചോദിക്കുക. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ, എന്തോ കാര്യം ഉണ്ടെന്നുള്ളൊരിതിൽ. അപ്പം നിനക്ക് മനസ്സിലായില്ലേ ശോഭേ, ആ ഇന്ദ്രനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാ, വേന്ദ്രനാണല്ലോ അവൻ. ഇവള് കോടതിയിൽ എത്താതിരിക്കാൻ അവൻ പല ശ്രമങ്ങളും നടത്തിയേക്കുമെന്നും അവൻ സേതുവിൻ്റെ വണ്ടിയെ ആയിരിക്കും ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇവൾ ഓട്ടോയിൽ തന്നെ ചെന്ന് ഇറങ്ങണം. ബുദ്ധിയാ അത്, അല്ല മോളെ എന്നൊക്കെ അച്ഛൻ. അപ്പോൾ
അതെ അതെ അച്ഛാ എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ അങ്ങനെയായിരുന്നു, എന്നാൽ പിന്നെ കുഴപ്പമില്ല, എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാവുന്ന സേതു, നമുക്ക് കോടതിയിൽ വെച്ച് കാണാവുന്ന സേതു പല്ലവിയോട് പറയൂ കേട്ടോ. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ പല്ലവി ഇതൊക്കെ പറഞ്ഞ് ആകെ വെപ്രാളം കയറി ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പോൾ സേതു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ സേതു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് ആകെ ഒരു ടെൻഷൻ പോലെ. പല്ലവി എന്നിട്ട് ഇവരോട് യാത്ര പറഞ്ഞിട്ട് അങ്ങ് പോവുക. അപ്പോൾ പല്ലവി പോയി കഴിഞ്ഞപ്പോൾ പല്ലവിയുടെ ആ ഒരു മുഖത്തെ സങ്കടത്തെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അച്ഛനും അമ്മയും കൂടി. അത് കഴിഞ്ഞ് പല്ലവി കോളേജിൽ പോയി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന പല്ലവിയെ കണ്ടു കഴിഞ്ഞപ്പോൾ കൂടെയുള്ള ടീച്ചർമാർ പല്ലവി മിസ്സിന് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒന്നും അറിയത്തില്ല, ഒന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നു. പല്ലവി ഇങ്ങനെ കുമ്പിട്ട് തന്നെ അവിടെ കിടക്കുക കേട്ടോ. അപ്പോൾ പല്ലവിയുടെ അടുത്തേക്ക് വേറൊരു ടീച്ചർ വന്നു. ടീച്ചർ എന്താ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്, ഇന്ന് ലീവാണെന്നല്ലേ പറഞ്ഞിരുന്നതെന്ന് ചോദിച്ചപ്പം അപ്പോൾ ആയിരുന്നു, പിന്നെ വേണ്ടാന്ന് വെച്ചതാണെന്ന് പല്ലവി ഇങ്ങനെ പറയാം. ഇന്നല്ലേ കേസുള്ളത്, കോടതിയിൽ പോയി മൊഴി കൊടുക്കേണ്ട ദിവസം ഇന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം അതെ ഇന്നാണെന്ന കാര്യം പല്ലവി പറയാം. അപ്പോൾ എന്നിട്ടെന്താ ഇവിടെ തന്നെ വന്നിങ്ങനെ നിൽക്കുന്നേ, കോടതി ചേരാൻ സമയമായല്ലോ ടീച്ചറെ, പോകുന്നില്ലേ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇല്ല, കേസ് വേറൊരു ദിവസത്തേക്ക് മാറ്റിയെന്നും എതിർകക്ഷി ഹാജരായില്ല എന്നും പല്ലവി പറയാം. അപ്പം അതങ്ങനെ ടീച്ചർ അറിഞ്ഞു, കോടതി ടൈം ആവുന്നതല്ലേ ഉള്ളൂ. അത് പിന്നെ എൻ്റെ വക്കീൽ വിളിച്ച് പറഞ്ഞതാണ്, അവർ കേസ് പോസ്റ്റ്പോൺ ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ പോയിട്ടും പ്രത്യേകിച്ച് പ്രയോജനങ്ങളോ കാര്യങ്ങളോ ഇല്ലല്ലോ എന്ന് പല്ലവി പറയുമ്പം അത് ശരി, എതിർകക്ഷി ഇല്ലെങ്കിൽ പിന്നെ പോയിട്ട് കാര്യമില്ലല്ലോ, വെറുതെ സമയം കളയാന്നല്ലേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ആ ടീച്ചർമാരൊക്കെ അവിടെ നിന്ന് പറയാം. ഈ കേസ് ഒന്ന് തീർന്നു കിട്ടിയാൽ മതി നല്ല ടീച്ചറെ എന്നൊക്കെ ബാക്കിയുള്ളവർ പറയുക കേട്ടോ. അതേന്നും പറഞ്ഞിങ്ങനെ നേരം പല്ലവി ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ സാരമില്ല ടീച്ചറെ, എല്ലാം ശരിയാകുമെന്നൊക്കെ പറഞ്ഞ് കേസ് ടീച്ചർ തന്നെ ജയിക്കുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ടീച്ചർമാരിങ്ങനെ പറയാം പല്ലവിയോട്. അങ്ങനെ അതെല്ലാം പറഞ്ഞാൽ ടീച്ചർ അങ്ങ് പോയി. പല്ലവി അന്നേരം നിരാശപ്പെട്ട് ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുക കേട്ടോ. സേതു ആണെങ്കിൽ കോടതിയിൽ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും വക്കീൽ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ പല്ലവി വന്നില്ല എന്ന് പറഞ്ഞു. എന്ത് പറ്റിയെന്ന് അറിയില്ല എന്നും സേതു പറയുക. ഇനി വല്ല അപകടവും പറ്റി കാണുമെന്നൊക്കെ ചോദിക്കുമ്പോൾ സേതുവിൻ്റെ ഒപ്പം പോന്നായിരുന്നു, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം അറിയാത്ത കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ പല്ലവി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ മേഡത്തിനെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗുമസ്തൻ അങ്ങോട്ടേക്ക് വന്നു. നമ്മുടെ വക്കീൽ അകത്തേക്ക് കയറി പോവുക. അപ്പോൾ വക്കീലും സേതുവും കൂടെ അകത്തേക്ക് കയറി പോകുന്നു. ഈ സമയത്താണെങ്കിൽ ജഡ്ജി അവിടെ ഇരിക്കുന്നു. പിന്നെ കാട്ടൂരാൻ വക്കീൽ അവിടെ വന്നു. കാട്ടൂരാൻ വക്കീൽ വന്ന് പല്ലവി വരാത്തതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറയുക. സേതു അവിടെ പാവം ഇതായിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ പല്ലവി ആണെങ്കിൽ കോടതി അഭിമുഖീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് മുങ്ങിയതാണെന്നൊക്കെ കാട്ടൂരൻ അവിടെ നിന്നിങ്ങനെ പറയുക കേട്ടോ. ഇന്ദ്രൻ ഇതൊക്കെ കേട്ടിങ്ങനെ സന്തോഷിച്ചിരിക്കുക. ഇന്ദ്രൻ ഇതിനകത്ത് ചരട് വലിച്ചിരിക്കുന്നത് വേറെ ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ ചിലരങ്ങനെയൊക്കെയാണ്, ചാടിക്കേറി കേസ് കൊടുക്കും. കള്ളക്കേസേ വാദത്തിൻ്റെ സമയമാകുമ്പോഴേ ഉള്ളിൽ ഇങ്ങനെ ഒരു ഭയം നിറയാനായിട്ട് തുടങ്ങുമെന്നും പിന്നെ കൊടുത്തിരിക്കുന്നത് കള്ളക്കേസാണെന്ന് മനസ്സിലാക്കി കോടതിയിൽ കയറി പറയേണ്ടത് കള്ളം. അപ്പോൾ ഈ നമ്മുടെ പല്ലവിയുടെ കൂട്ടുകാരി അവിടെ ഉരുകി നിൽക്കുക. കുറ്റബോധം കൊണ്ട് മനസ്സിങ്ങനെ തിളച്ചു മറിയും. അത് സ്വാഭാവികമാണ്. വിചാരണ ദിവസം കക്ഷി കോടതിയിൽ ഹാജരാവില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഈ കേസിലും ഇപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വാദിയായ പല്ലവിക്ക് നുണ പറയേണ്ടി വരുമല്ലോ എന്നുള്ളൊരു കുറ്റബോധം ബാധിച്ചിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇയാൾ അവിടെ കിടന്ന് വലിയ ആളായിക്കൊണ്ടിരിക്കുക. ഈ കാട്ടൂരൻ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ ഒരു പരാതി എത്രമാത്രം അടിസ്ഥാനരഹിതവും അതുപോലെ നിലനിൽപ്പില്ലാത്തതുമാണെന്ന് മനസ്സിലാക്കുമെന്നൊക്കെ പറഞ്ഞ് ഇയാൾ അവിടെ കിടന്ന് കോസറി കയറുക കേട്ടോ. സേതു പാവം അവിടെ ഇങ്ങനെ ഉരുകിയിരിക്കുക. വക്കീലും അതുപോലെ തന്നെ പല്ലവി പറ്റിച്ചില്ലേ. അപ്പോൾ നമ്മുടെ പല്ലവിയുടെ വക്കീലിനോട് ജഡ്ജി ചോദിച്ചു എന്താണ് ഇതൊക്കെയെന്ന്. അപ്പോൾ പല്ലവി വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്, വഴിയിൽ എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ ഊഹിക്കുന്നത് എന്ന് നമ്മുടെ വക്കീൽ പറയുമ്പോൾ കാട്ടൂരാൻ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു തവണത്തേക്കും കൂടി കേസൊന്ന് ഇതാക്കാനായിട്ട് കോടതിക്ക് ദയവുണ്ടാകണമെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ പല്ലവിയുടെ വക്കീൽ പറഞ്ഞപ്പോൾ അത് അനുവദിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഈ കാട്ടൂരൻ. അപ്പോൾ ഈ കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുകയാണെന്നുള്ള കാര്യം ഇന്ദ്രനോടും കാട്ടൂരാനോടും നമ്മുടെ ജഡ്ജി പറയുമ്പോൾ എന്നും പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിൽക്കുക. എന്തായാലും എഴുതി വെച്ചിട്ട് ജഡ്ജി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. കോടതി പിരിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇന്ദ്രനും കാട്ടൂരാനും കൂടെ അവിടെ നിന്ന് അങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ വക്കീലും സേതുവും കൂടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സേതു ആണെങ്കിൽ ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ ഈ ഇന്ദ്രൻ ചെന്നു, നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേടാ, കളി ഞാൻ ജയിക്കുമെന്ന് നിനക്ക് മനസ്സിലായില്ലേടാ എന്നൊക്കെ ഇന്ദ്രൻ കളിയാക്കി ചോദിക്കുക. പല്ലവി എന്നും എൻ്റെ മാത്രം ഭാര്യയായിരിക്കും, അവളെ കിട്ടുമെന്ന് സ്വപ്നം കണ്ട് നടന്ന നീയൊക്കെ അവസാനം നിരാശപ്പെട്ട് നടക്കേണ്ടി വരുമെന്നും പറയുക. ഞാനും അവളും ഒരുമിച്ച് ജീവിക്കും, അതിനൊരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞു. അതിൻ്റെ ലക്ഷണമാടാ കോടതിയിൽ കണ്ടത്. അവൾ വന്നില്ലല്ലോ, വന്നോ?
ഇനി ഒരിക്കലും അവൾ വരാനും പോകുന്നില്ല എന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ സേതു മിണ്ടാതെ നിൽക്കുക. എനിക്കെതിരെ അവൾ മൊഴിയും കൊടുക്കില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞു. അവളുടെ വീര്യത്തെ ഞാൻ ഇങ്ങെടുത്തു. ഇനി അവൾ ഞാൻ പറയുന്നത് പോലെ തന്നെ അനുസരിക്കും. ഞാൻ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, നടക്കാൻ പറഞ്ഞാൽ നടക്കും, ഓടാൻ പറഞ്ഞാലേ അവൾ ഓടും. ആത്മവിശ്വാസം എപ്പോഴും നല്ലതാണെന്ന് സേതു അന്നേരം പറഞ്ഞു. അത് അവസാനം വരെ ഉണ്ടായിരിക്കണമെന്ന് മാത്രം. അപ്പം ഇത് ആത്മവിശ്വാസം മാത്രമല്ലടോ, എൻ്റെ ബോധ്യം കൂടിയാണെന്ന് ഇന്ദ്രൻ അങ്ങ് പറഞ്ഞു. അല്ലെങ്കിൽ നീ പറഞ്ഞതാ എന്തുകൊണ്ട് അവൾ ഇന്ന് കോടതിയിൽ ഹാജരായില്ല എന്നുള്ളതെന്നൊക്കെ ഇന്ദ്രൻ സേതുവിനോട് ചോദിക്കുമ്പോൾ സേതു ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.